പെട്രോൾ എഞ്ചിനുകളിൽ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്ന എയറിനെ നിയന്ത്രിക്കുന്നത് ത്രോട്ടിൽ ബോഡി ഉപയോഗിച്ചാണ്. ആക്സിലേറ്റർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ത്രോട്ടിൽ ബോഡിയിലെ വാൾവ് തുറക്കുകയും ആ തുറന്ന ഭാഗത്തിലൂടെ പുറത്തുനിന്നുള്ള എയർ എഞ്ചിൻ സിലിണ്ടറിനുള്ളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ECU വിവിധ സെൻസറുകളുടെ സഹായത്തോടെ എത്രത്തോളം എയർ ആണ് എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കി ആ എയറിനനുസരിച്ച് ഫ്യൂവലിനെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തിക്കുന്നു. പെട്രോൾ എഞ്ചിനുകളിൽ എഞ്ചിനിലേക്ക് എത്തുന്ന എയറിനെയാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ ഡീസൽ എഞ്ചിനുകളിൽ എഞ്ചിനിലേക്ക് എത്തുന്ന എയറിനെ നിയന്ത്രിക്കുന്നില്ല. സിലിണ്ടറിലേക്ക് എത്തുന്ന ഫ്യൂവലിനെയാണ് ഡീസൽ എഞ്ചിനുകളിൽ നിയന്ത്രിക്കുന്നത്. ഡ്രൈവർ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം ഫ്യൂവൽ ആണോ സിലിണ്ടറിലേക്ക് വേണ്ടത് ആ ഫ്യൂവലിനെ സിലിണ്ടറിനുള്ളിലേക്ക് എത്തിക്കുന്നു. ഡീസൽ എഞ്ചിനുകളിൽ എയറിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ത്രോട്ടിൽ ബോഡി ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴുള്ള ഡീസൽ എഞ്ചിനുകളിൽ ത്രോട്ടിൽ ബോഡി ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായി രണ്ട് ആവശ്യങ്ങൾക്കായിട്ടാണ് ഡീസൽ എഞ്ചിനുകളിൽ ത്രോട്ടിൽ ബോഡി ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ അധിക വൈബ്രേഷൻ ഒന്നും ഉണ്ടാകാതെ വേഗത്തിൽ ഓഫ് ആവുന്നതിന് ഈ ത്രോട്ടിൽ ബോഡിയിലെ വാൽവിനെ പൂർണ്ണമായി അടയ്ക്കുകയും എഞ്ചിനിലേക്കുള്ള എയറിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു ഉപയോഗം EGR എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ സിസ്റ്റം എഞ്ചിനിൽ നിന്ന് കത്തി പുറത്തു പോകുന്ന എക്സോസ്റ്റ് സ്മോക്കിലെ കുറച്ചു ഭാഗം വീണ്ടും ഇൻടേക്ക് മാനിഫോൾഡ് വഴി എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എഞ്ചിൻ സിലിണ്ടറിനുള്ളിലെ ചൂട് കുറയ്ക്കുന്നതിനും അതുവഴി നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനുമാണ് EGR ഉപയോഗിക്കുന്നത്. EGR പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ ഈ ത്രോട്ടിൽ വാൾവ് പകുതി അടയ്ക്കുകയും പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുന്നതിന്റെ അളവ് പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഇതിനാൽ തന്നെ റീസർക്കുലേറ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസ് സിലിണ്ടറിലേക്ക് എത്തുന്നതിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു. EGR സിസ്റ്റം പ്രവർത്തിക്കാത്ത സമയങ്ങളിൽ ത്രോട്ടിൽ വാൾവ് പൂർണ്ണമായും തുറക്കുകയും നിയന്ത്രണമില്ലാത്ത എയർ മുഴുവനായും എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് എത്തുകയും ചെയ്യും. എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയങ്ങളിലും EGR പ്രവർത്തിക്കുന്ന സമയങ്ങളിലും മാത്രമാണ് ഡീസൽ എഞ്ചിനുകളിൽ ത്രോട്ടിൽ ബോഡിയിലെ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റു സമയങ്ങളിലെല്ലാം ത്രോട്ടിൽ ബോഡിയിലെ വാൾവ് തുറന്നു തന്നെയായിരിക്കും ഉണ്ടാവുക.